നമസ്കാരം. വർഷങ്ങളായി IHRDയിൽ അഡീഷണൽ ഡയറക്ടർ പദവിയിൽ തുടരുകയാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകനായ V അരുൺകുമാർ. സ്ഥിരം ഡയറക്ടർ ഇല്ലാത്തതിനാൽ ചുമതല അരുൺകുമാറിനാണ്. ഡയറക്ടർ വന്നാൽ അരുൺകുമാറിന്റെ സ്ഥാനം പോകും എന്നതിനാൽ മറ്റൊരു ഡയറക്ടറെ സർക്കാർ നിയമിച്ചിട്ടുമില്ല. IHRD നിഷ്കർഷിക്കുന്ന യോഗ്യതകൾ അരുണില്ലാത്തതുകൊണ്ടാണ് ഡയറക്ടർ എന്ന സ്ഥിരം നിയമനം സ്വപ്നമായി തുടരുന്നത്. എന്നാൽ ഡയറക്ടറുടെ ചുമതല ഉള്ളതിനാൽ സർവ്വ അധികാരവും കൈയാളിയാണ് ഭരണവും. കഴിഞ്ഞ 10 വർഷം ഇടതു സർക്കാർ ആയതിനാൽ ഇത്തരം അധികാരം ഉപയോഗിക്കുന്നതിൽ ഒരു പ്രശ്നവും അരുൺകുമാറിന് വന്നിട്ടില്ല. എന്നാൽ സംഘപരിവാറിനെ ശക്തമായി എതിർക്കുന്ന ഇടതുപക്ഷ അനുഭാവിയായ പ്രൊഫസറെ ഡോക്ടർ വിനു തോമസിനെ പുകച്ചു പുറത്തു ചാടിക്കാൻ അരുൺകുമാർ ശ്രമിച്ചതാണ് അദ്ദേഹത്തിന് തന്നെ കുരുക്കായി മാറിയിരിക്കുന്നത്. വിനു തോമസ് ആണ് അരുൺകുമാർ ഡയറക്ടർ പദവിയിൽ തുടരുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അരുൺകുമാറിന്റെ നിയമനത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. നിലവിൽ അരുൺകുമാറും വിനു തോമസും തമ്മിലുള്ള വടംവലി രൂക്ഷമാണ്. എന്നാൽ CPM സംഘടന വിനു തോമസിനൊപ്പമാണ്. വിനു തോമസിനെ പുകച്ചു പുറത്തു ചാടിക്കാൻ ശ്രമിച്ച അരുൺകുമാറിനെ പുറത്താക്കണമെന്നാണ് IHRDയിലെ CPM സംഘടനയായ IHRD എംപ്ലോയീസ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ആണ് സംഘടനയുടെ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ CPMന്റെ നേരിട്ടുള്ള ഇടപെടൽ ഈ പ്രശ്നത്തിൽ ഉണ്ടെന്നത് വ്യക്തമാണ്. ഈ പ്രശ്നത്തിൽ IHRD ആസ്ഥാനത്തിന് മുന്നിൽ CPM യൂണിയൻ പ്രതിഷേധം നടത്തുകയും CPM ജില്ലാ കമ്മിറ്റി അംഗമായ SP ദീപക് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. CPM വീണ്ടും അധികാരത്തിലെത്തിയാൽ അരുൺകുമാർ പുറത്താക്കപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. വിനു തോമസിനെ IHRD പ്രൊഫസർ തസ്തികയിൽ നിന്നും തരം താഴ്ത്തി അരുൺകുമാർ എടുത്ത നടപടിയാണ് CPM രോഷം ആളിക്കത്തിച്ചത്. പ്രൊഫസർ പോസ്റ്റിൽ നിന്നും തരം താഴ്ത്തിയത് സാങ്കേതിക സർവകലാശാലയിലെ വിനു തോമസിന്റെ ഡീൻ പദവിയെയും ബാധിച്ചിരുന്നു. ഡീൻ പദവി നിലവിൽ അനിശ്ചിതത്വത്തിലാണ്. തരം താഴ്ത്തൽ റദ്ദാക്കണമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയതെങ്കിലും IHRD ഈ കാര്യത്തിൽ നടപടിയെടുത്തിട്ടില്ല. ഇതോടെയാണ് CPM സംഘടന പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പലാണ് വിനു തോമസ്. കോളേജിലെ ലൈബ്രറി ഡിജിറ്റലൈസേഷൻ പദ്ധതിയിൽ തിരിമറി നടന്നതായാണ് ആരോപണം ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് തരം താഴ്ത്തിയതെന്നാണ് IHRDയുടെ വിശദീകരണം. എന്നാൽ CPM സംഘടന ഇത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. ഉന്നത വിദ്യാഭ്യാസം കാവ്യവൽക്കരിക്കുന്നതിനെതിരെ പോരാടുന്നതിൽ മുന്നിൽ നിന്നയാളാണ് വിനു തോമസ് എന്നും സംഘപരിവാറിലെ കണ്ണിലെ കരടായ അദ്ദേഹത്തെ KTUവിൽ നിന്ന് പുറത്താക്കാൻ അരുൺകുമാർ ഒത്താശ ചെയ്യുകയാണെന്നുമാണ് യൂണിയന്റെ ആരോപണം. എന്തായാലും CPMൽ തന്നെ അരുൺകുമാറിനെതിരെ രോഷമുയർന്ന പശ്ചാത്തലത്തിൽ IHRDയിലെ ഡയറക്ടർ പദവിയും നിലവിൽ തൃശങ്കുവിലാണ്.